നമസ്കാരം. മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സെയിൽസിൽ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പോയിട്ട് അത് ക്ലോസ് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, അതിൽ ഏതൊക്കെ നടപടിക്രമങ്ങൾ ചെയ്താലാണ് ഭംഗിയായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഇതിന് മാറ്റം വരുത്താനോ നല്ല ആശയങ്ങളോ വെക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളിലേക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരു സെയിൽസിൽ പോകുമ്പോൾ നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ കസ്റ്റമർക്ക് നമ്മളോടൊരു ശ്രദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ശ്രദ്ധ ഉണ്ടാക്കുക, അറ്റൻഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം അവരുടെ അറ്റൻഷൻ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളിലേക്ക് സമയം തരാനും നമുക്ക് പൈസ തരാനും ഒക്കെ തോന്നുള്ളൂ. നമ്മുടെ സ്ഥാപനത്തിന് എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ അറ്റൻഷൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് ശരിക്കും ഈ ശ്രദ്ധ ഉണ്ടാക്കാനുള്ള സംവിധാനം. ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, നമ്മൾ ഒരുപാട് മാധ്യമങ്ങളിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇങ്ങനെ ഇതിലൂടെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് നമ്മുടെ കസ്റ്റമറിലേക്ക് ആദ്യം എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്തിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അങ്ങോട്ടൊരു എൻട്രി കിട്ടുക. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുന്ന നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ എന്തെങ്കിലും കിട്ടുന്നൊരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക. അതിൽ നിന്ന് തന്നെ ആ കസ്റ്റമർ നിങ്ങൾക്ക് ആവശ്യപ്പെടും. നിങ്ങൾ ഇതെന്തിനാണ് ഏതാണെന്ന് ചോദിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ അവരുടെയൊക്കെ പോയി സംസാരിക്കുന്ന അവസരത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമ്പനി പ്രൊഫൈൽ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. അവരുടെ നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഫൈൽ ഉപയോഗിക്കുന്ന നമ്മുടെ സൈറ്റുകളുണ്ടെങ്കിൽ അത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അതിലൂടെ അവർക്ക് നമ്മളിലുള്ള ശ്രദ്ധ കൂട്ടിയെടുക്കാൻ സാധിക്കുക, വിശ്വാസം കൂട്ടിയെടുക്കാൻ സാധിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിങ്ങാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ആ അറ്റൻഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് കറക്റ്റായി ചെയ്യിപ്പിക്കാൻ പറ്റും. ശരിക്കും അറ്റൻഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്, ഞാൻ പറഞ്ഞു മാർക്കറ്റിംഗ് ആണ്. ഈ മാർക്കറ്റിംഗ് നമുക്ക് പല വിധത്തിൽ ചെയ്യാൻ പറ്റും. അത് സോഷ്യൽ മീഡിയ, അതുപോലെ ഇൻസ്റ്റാഗ്രാം, അതുപോലത്തെ എല്ലാ കാര്യങ്ങളും, യൂട്യൂബ്, എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ശ്രദ്ധ ആദ്യം കിട്ടുന്നതിൽ ചെയ്യണം. നമ്മൾ അവർക്ക് നേരിട്ട് പോയി സംസാരിക്കുന്ന സമയത്തും അവരുടെ ശ്രദ്ധ, ഇതിൽ വിശ്വാസം ഒക്കെ നേടുന്നതിൽ ആദ്യം നമ്മുടെ അത് നേടിയെടുക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു പ്രോസസ്സിങ്ങാണ് നടത്തേണ്ടത്. അങ്ങനെ നടക്കുമ്പോഴാണ് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുക. അവിടെയാണ് നമ്മൾ ഡിസ്കഷൻ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സംവിധാനം, അല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന എല്ലാം നടത്തേണ്ടത് അതിന് ശേഷമുള്ള ഇല്ല. അപ്പോൾ നമ്മൾ അറ്റൻഷൻ നേടിയെടുക്കുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും അറ്റൻഷൻ നേടിയെടുക്കാൻ ശ്രമിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.